എന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ വായിലേക്ക് ഇട്ടേള്ളൂ. എന്ത് ആ വായിലിട്ടാ നന്നായി, പുറത്തങ്ങനെ ഇട്ടാർന്ന് ഞാൻ തട്ടിപ്പ് മുന്നുകൂത്തി വീണ. എന്താണ് ഏതു നേരവും ഇടിയും? എന്താണത് പ്രശ്നം? എന്താണ്? സഹോദരന്മാര് തമ്മിലുള്ള അംഗംപെട്ടാണ്. ചേട്ടൻ എന്തിനാണ് ഈ തണുപ്പത്ത് വന്ന് നിൽക്കണത്? മഴ മാറി പുറത്തേക്ക് ഇറങ്ങി 10 പേരുടെ കുറ്റം പറഞ്ഞിരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് നീ വന്നത്. നീ നമ്മുടെ ബിജുവിന്റെ കാര്യം പറഞ്ഞ? ബിജുവാ? സാധാരണ ചേട്ടന്റെ മോൻ ബിജുവിന്റെ. അവനെന്നാ പറ്റേ? അവൻ മഴ വന്നാലും കുട എടുക്കാതെയാണല്ലോ പോവാറ്. അവൻ മഴ വന്നപ്പോ ട്രാൻസ്ഫോർമറിന്റെ അടിയിൽ കയറിയെന്ന. മഴ തീർന്നിട്ടും അവൻ ട്രാൻസ്ഫോർമറിന്റെ അടിയിൽ നിന്ന് പോയില്ല. എന്താ? ട്രാൻസ്ഫോർമർ വിടുക അള്ളി പിടിച്ചിരിക്കണേല്ലേ. എടാ കറണ്ട് അടിച്ച് എത്തന്ന് ചത്തുപോയാ? നീ മറ്റേ സൂസിയുടെ കാര്യം പറഞ്ഞ? സൂസിയുടെ എന്താ? സൂസിയുടെ മോളെ പട്ടി അടിച്ചടാ. ഈ സൂസിയുടെ മോളെ എന്തിനാ പട്ടിയെ കടിക്കാൻ പോണത്? സൂസിയുടെ മോളെ പട്ടി അടിക്കാൻ പോയതല്ല പറഞ്ഞത്, സൂസിയുടെ മോക്കിട്ട് പട്ടി അടിച്ചെന്നു. സൂസിയുടെ മോളെ പട്ടി അടിച്ചാ? എന്നിട്ട് പിന്നെ എന്താണ്, അപ്പത്തന്നെ ആൾക്കാർ കൂടി ഇവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് നേരെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞ് എന്തിന്റെ സൂക്കേടാന്നാണ് ഞാൻ ആലോചിക്കണത്. എന്നിട്ട് കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ മേനകാഗാന്ധി അപ്പൊ തന്നെ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സൂസിയുടെ മോക്കാ? സൂസിയുടെ മോക്കല്ല, സൂസിയുടെ വീട്ടുകാർ പട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കണം. അല്ല പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. പറച്ചിലേട്ടാത്തോന്നും മനുഷ്യനായിട്ടാ ജനിച്ചേക്കണേ. നീ ശരിക്കും 2ാം കൂടിയാണ് അല്ലെങ്കിൽ 3ാം കൂടിയാണ്? 2ാം കൂടി ആയാലും 3ാം കൂടി ആയാലും എന്തായിട്ട കാര്യം? വീട്ടിലുള്ളവര് മൊത്തം കൂടിയാണ്. അത് പണ്ടുപോലെയുള്ള ആളല്ല. പെങ്ങളൊരെണ്ണം ഉണ്ടാവില്ലേ? അവളിപ്പോ കാണാനില്ലല്ലോ. അതെ, ഈ പ്രായപൂർത്തിയായ പെൺപിള്ളേര് വീട്ടിൽ നിന്നാലേ അച്ഛനമ്മമാർക്കൊരു വിഷമാണ്. അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടി അവള് വെളുപ്പിനെ ഇറങ്ങി പോകും, സന്ധ്യ ആവുമ്പോ വരും. ചാലക്കുടി അതിരമ്പള്ളി ഭാഗത്ത് പുലി ഇറങ്ങിയെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നല്ല? അത് ടിവിയിലും ഭയങ്കര വാർത്തയായിരുന്നു. പുലിനെ പിടിക്കാൻ ഒരാളും ഇല്ല, 5 ലക്ഷം രൂപ കൊടുക്കാന്ന് അവർ പറയണുണ്ട്. അവസാനം ആ നാട്ടിലൊന്നും ആളില്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാരണന്റെ മകൻ രഘുവാണ് ഇവിടെ നിന്ന് പോയത്. അവരല്ലെങ്കിലും കുടുംബപരമായിട്ട് സാഹസികരല്ലേ ഏട്ടാ? അവനും അവന്റെ അച്ഛനും അവന്റെ അമ്മാവനും ചുറ്റപ്പനും ഒക്കെ സാഹസികരല്ലേ? നാളെ ഇപ്പൊ വൈകിട്ട് 5:30 മണിക്കാറ്റാണ് സംസ്കാര ചടങ്ങ്. പുലിയുടെ അല്ല അവന്റെ. നിങ്ങള് ബോഡി കൊണ്ടുവരുമെന്ന് പറയണം. കാണാതിരിക്കണായിരുന്നു. ഞാൻ ഇപ്പൊ പോലീസായിട്ടൊക്കെ നല്ല പിടിയല്ലേ? പിടിയാണ്. ആഭ്യന്തരമായിട്ട് എങ്ങനെയാണ്? എടാപ്പട പിടിയല്ലേ? നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുമോ? എന്തും ചെയ്തു തരും മെമ്പർ. നമ്മുടെ കപ്പ കൃഷിയിൽ ഒരൊറ്റ കപ്പ പോലും കിട്ടുന്നില്ല. അതിനാ കപ്പ മുഴുവൻ തുറപ്പം തിന്നണേ. നമുക്ക് 2 പോലീസുകാരൊന്നും നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടാൻ പറ്റുമോ? പോലീസുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ഫീമെയിൽ ഇടാം, വനിതാ മതി. വനിതകളാണെങ്കിൽ വേണ്ട. സംഘർഷമൊന്നും ഇല്ലല്ലോ ഇവിടെ. സംഘർഷമല്ല, വനിതാ പോലീസ് ആണെങ്കിൽ ഡ്യൂട്ടിക്ക് ഇടാതിരിക്കണ നല്ലത്. കപ്പയിന്റെ അമ്മനെ തുറപ്പിന് അവരെ പിടിപ്പിച്ചെന്നും പറഞ്ഞ് ഞാനും അപ്പനും കൂടി അകത്തു. ഇടോ, ശരിക്കും തന്റെ കപ്പ തിന്നണത് തുരപ്പനാണോ അപ്പനാണോ? എന്തായാലും ഞങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം ആ കാര്യം. അല്ലാണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് ഇനി ഒരു വനിതാ പോലീസിനെ വിളിക്കാം. എന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഒരു സെക്കൻഡ്. ഹലോ, അതിർത്തി പ്രശ്നമോ? ഞാൻ വന്നവിടെ തീർക്കാം. തിരക്കോട് തിരക്കാണെന്ന് കാണാം. വരാം. കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അപ്പുറത്തെ 2 വേദിയുടെ അപ്പുറം നിന്നുള്ള അതിർത്തി തർക്കണി കാണണം. ആര്? സതിയുടെ വീട്ടിലെ? സതിയുടെ വായിന്ന് തന്നെ തെറി കേട്ടിട്ടുണ്ട്. എന്നതാണ് കാണിക്കണടാ? രാവിലെ മോന് നാണമില്ല. ഞാനിവിടെ പത്രത്തിലിരുന്ന് കസേര വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കിഴങ്ങുമോറിന് ഇവിടെ വന്നിട്ട് എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? എന്താന്നല്ല, എന്നോട് വന്ന് ചോദിക്കാണ്, ചേട്ടന് ഭാര്യ ഉണ്ടോന്ന്. നീ കല്യാണം കഴിച്ചാ? പിന്നെ ഞാൻ കല്യാണം കഴിച്ചല്ലേ? 12 വർഷം കൂടിയല്ലേ എന്റെ കല്യാണം നടന്നത്. 12 വർഷം കൂടി കല്യാണം കഴിക്കാൻ നീ നീലക്കുറിഞ്ഞ? അതല്ല, 12 വർഷം കല്യാണം അന്വേഷിച്ച് നടന്നിട്ടല്ലേ എനിക്കൊരു പെണ്ണിനെ കിട്ടിയെന്ന്. നിന്റെ വൈഫ് ഉണ്ടാന്ന് ചോദിക്കണത് ഒരു തെറ്റൊന്നും അല്ലല്ലോ. അവനെ വന്ന് എന്നോട് ചോദിച്ചേ, എന്നോട് ചോദിക്കണേ വൈഫ് ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറയണ ഒരു ഇത്തിരി നേരം അവനൊന്ന് കൊടുക്കാൻ പോകുന്നു. പറഞ്ഞേക്ക്, ഇവിടെ വന്ന് മാന്യമായിട്ട് മാന്യനല്ലെങ്കിൽ പോലും മാന്യമായിട്ട് താമസിക്കാൻ ശ്രമിക്കുന്ന അവന്റെ വീട്ടിൽ വന്നിട്ട് വൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത്തിരി അടുത്തൊക്കെ തരുമോന്ന് ചോദിക്കണം. താടി വെച്ച അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലോ. നീ അവിടെ നിൽക്ക്. അവന്റെ വൈഫിന് ഇത്തിരി നേരത്തേക്ക് തരുമോന്ന് ചോദിച്ചത് എന്തിന്റെ അർത്ഥത്തിലാണ്? ചേട്ടാ വൈഫിനല്ല ചേട്ടാ ചോദിച്ചത്. ചേട്ടാ വൈഫിനല്ല, ചേട്ടാ ഇവിടെ വൈഫൈ ഉണ്ടെന്നാ ചേട്ടാ ചോദിച്ചത്. വൈഫൈ അത് ഇവന് ചോദിക്കാൻ കൊള്ളാമോ? ഞാനതാ ചോദിക്കണം. ഇവൻ എന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ? പിന്നെ ടീം ഇവിടെ കളി നടത്താൻ ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലേ ഇത്? എടാ, അമ്മയും പെങ്ങാമാർ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിന്നോട് വൈഫൈ ഏതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ നിന്നാൽ എന്റെ വൈഫ് വല്ലവന്റെ കൂടെ പോവും.
എന്റെ മോന്റെ ജീവിതം തുലച്ചിട്ട് അവളിരുന്ന് ചിരിക്കണ ചിരി കണ്ടില്ലേ? ഇയാൾക്കിരുന്ന പട്ടിക്കൂടാണ്. അതിനെയും പറഞ്ഞു വിട്ടിട്ട് അവൾ അതിനകത്ത് കയറിയിരുന്നു. കളിയെ കാട്ടി ചേച്ചിയുടെ അമ്മയുടെ മോൻ. അയ്യോ വിഷമിച്ചു പോകും. 4 നേരം തീറ്റയുണ്ടായിരുന്ന ഫാമിലിയാണെന്ന്. ഒന്നുമില്ലായിരുന്ന സ്ഥലത്ത് നിങ്ങാട് വന്ന് കയറിയിട്ട് അതിലും കൂടുതൽ തിന്ന് കഴിയുമ്പോ ഇതിൽ കൂടുതൽ എല്ലിന്റെ ഇടയിൽ കയറി. ഓർമ്മയുണ്ടായി മുഖം, ഓർമ്മ കാണില്ല. തലക്ക് മൂത്തുപോയി. അന്ന് എന്റെ മോൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് അവൻ എന്നോട് പറഞ്ഞ എന്താന്ന്, ഭൂമിയിൽ ഇത് ഒന്നേ ഉള്ള. അച്ഛൻ അവളെ ശ്രദ്ധിച്ച അമ്മടെ കട്ടാണെന്ന്. അമ്മടെ കട്ടല്ല, അമ്മടെ വട്ടാണ്. ചങ്ങല എടുക്കട്ടെ ഞാൻ, നല്ല ചങ്ങല മേടിച്ചിട്ട് കുറച്ച് പഴുന്തുണി എടുത്ത് ഉണ്ടാക്കി തിരികെ കയറ്റട്ടെ ഞാൻ. നീ ഇളി ഇവിടെ ഇരുന്ന് ഇളിക്കണ നേരത്തിന് അവൻ വരുമ്പോ കുറച്ച് നേരം ഇളിക്കും. അവന്റെ മനസ്സൊന്നും മാറട്ടെ. വീടിന്റെ പേര് മെമ്മറി എന്നും പറഞ്ഞിട്ടത് അവന്റെ ഓർമ്മ കിട്ടാൻ വേണ്ടി. അവന്റെ ഓർമ്മക്കേടാണ്, ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണ്, ഓർമ്മ പോണ കൊണ്ടാണ്, എന്താണെന്ന് അറിയില്ല. ഇപ്പോഴും അവൻ ഈ വീട്ടിലല്ല വന്ന് കയറണം. കാര്യം പറയുന്നേ. അയ്യോ അച്ഛാ, ചിരിക്കുന്നതിലൂടെ ആയുസ് വർദ്ധിക്കുന്നേ അമേരിക്കൻ ഐക്യനാടുകളിലെ ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ കണ്ടുപിടുത്തമാ. അത് മാത്രമല്ല, അവിടെയൊക്കെ ഇപ്പൊ വലിയ വലിയ ചിരി ക്ലബുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ആളുകളെല്ലാം ഈ ചിരി ക്ലബിൽ പോയി ചിരിച്ചിട്ടേ അവർക്കൊക്കെ ഇപ്പൊ ഭയങ്കര ആയുസാ. അയ്യോ ചിരിക്കുന്നത് കൊണ്ട് ആയുസ് മാത്രമല്ല, ആരോഗ്യവും സൗന്ദര്യവും എല്ലാം ഉണ്ടാകും. പണ്ട് ഋതിക് റോഷന്റെ അച്ഛനെ പോലെ ഇരുന്നതാ. അയാള് ചിരിച്ച് ചിരിച്ച് ഇപ്പൊ ഇത്ര സുന്ദരനായത്. അർത്ഥം ഞാൻ വെറും കോന്തനായിരുന്നു. വെറുതെ അല്ല, നിന്റെ അച്ഛൻ ചത്തപ്പോ നാട്ടുകാരെല്ലാരും കൂടി ഇരുന്ന് 1.5 മണിക്കൂർ കൂടെ ഇരുന്ന് ചിരിച്ചത്. അത് പിന്നെ ചക്ക തല വീണ് ചത്ത ആരാ ചിരിക്കാത്തത്? ചക്കയല്ല ശരിക്കും വീഴേണ്ടത്. നിനക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ തലയിൽ ചക്കയല്ല വീഴേണ്ടത്, ഉൽക്ക വീഴും. ഉൽക്ക, അത് നല്ല ചീഞ്ഞ ഉൽക്ക. എന്റെ പണ്ടാര ചിരിയൊന്ന് നിർത്ത്. എന്റെ മകനൊരുത്തരുണ്ടായില്ല, അവൻ എവിടെ പോയെന്നല്ലോ അറിയോ? ഉരുളക്കിഴങ്ങ് മേടിക്കാൻ പോയിരിക്കുക. ആ കിഴങ്ങ് മേടിക്കാനേ കൊള്ളുള്ളൂ. അങ്ങനെ വളർത്തിയതാണ്. എന്താ അച്ഛാ? ഓ അച്ഛാന്നെങ്കിലും വിളിച്ചല്ല. എത്തിയാ കിഴങ്ങ് മേടിച്ച്? നീ സുമേ, നീ എന്തിനാണ് ഈ ചിരിക്കണത്? അയ്യോ എന്റെ ചേട്ടാ, ചിരിച്ച ആയുസും ആരോഗ്യ സൗന്ദര്യം എല്ലാം വർദ്ധിക്കും, അതുകൊണ്ട് ചിരിക്കുന്നതാ. എന്റെ ദൈവമേ, എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങ് മാറി കിട്ടി. എന്ത് ദോഷം? സന്തോഷം. നിന്റെ മാത്രമല്ല എന്റെയും പോയി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറഞ്ഞു. ഈ പയ്യ വലിക്കടി, മൂലക്കുരുവിന്റെ 3 ഓപ്പറേഷൻ കഴിഞ്ഞാ. ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇങ്ങോട്ട് വാ. പയ്യ വലിക്കേ. അത് ഞാൻ ചുമ്മാ ഒന്നും പറഞ്ഞല്ല. ചിരിച്ച ആയുസും ആരോഗ്യ സൗന്ദര്യം എല്ലാം വർദ്ധിക്കും. ഉറപ്പാണോ? ആ ഉറപ്പ്. അല്ലെങ്കിലും പണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ചിരി വരുമായിരുന്നു. ചിരിച്ചൊക്കെ മതി, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. വിജയുടെ പടമൊക്കെ വിജയിക്കൂ. അതൊക്കെ വിജയിച്ചോളും, അച്ഛൻ അറിയണ്ട. അപ്പൊ കൊച്ചിനാരും കൊച്ചിനെ നോക്കാനല്ലേ അച്ഛൻ, അല്ല പിന്നെ അച്ഛനെ ഇതിന് കൊള്ളാം. ചിരിക്ക. അല്ല, ചിരിച്ചാൽ ആയുസ്സും ആരോഗ്യം ഒക്കെ വർദ്ധിക്കും എന്ന് പറഞ്ഞു അതിന്റെ. പിന്നെ അച്ഛൻ കൊച്ചിനൊന്ന് നോക്കിക്കൊള്ളണം. വരുമ്പോഴത്തേന് ഈ കിഴങ്ങും പുഴുങ്ങി വെക്കണം. ഞങ്ങൾക്കൊരു മരിപ്പുണ്ട്. ഇതിലും വലിയ മരിപ്പിഞ്ഞ് എവിടെയാ ഉള്ളത്? ആരാ മരിച്ചത്? എന്തായാലും അച്ഛനല്ല. നീ വാ, തിരിഞ്ഞു നോക്കിട്ട് പോടാ. ഒരിക്കൽ കൂടി കണ്ടേക്കട്ടെ മുഖം. ഡാ, അവക്ക് തലക്ക് വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല, നിനക്ക് ഓർമ്മയില്ല. വീട്ടിലേക്ക് വരാനുള്ള അടയാളം വെച്ചിട്ട് വേണം പോവാൻ. അവൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടിങ്ങോട്ട് വരില്ലേ?